പഞ്ചാബ് മോണ്ടീൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പഞ്ചാബിൽ ഭയങ്കര മഴയാട്ടോ. 2-3 ദിവസമായിട്ട് ഇപ്പോൾ നല്ല മഴയാണ്. ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് പട്ടാൻകോട്ടിൽ നിന്ന് അമൃത്സറിലേക്കാണ്. പട്ടാൻകോട്ട് അമൃത്സർ പാസഞ്ചർ. ഞാൻ സ്റ്റേഷനിൽ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. 8 മണിക്കാണ് വന്നത്. 8:15 വണ്ടി എടുത്തത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പട്ടാൻകോട്ട് ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്ന ഗാന്ധിനഗർ ക്യാപിറ്റൽ ജമ്മു തവി എക്സ്പ്രസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ ഇവിടെ വന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ വണ്ടിയെ പറ്റി. അപ്പോൾ ഇത് ഇവിടെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഷോർട്ട് ടെർമിനേറ്റഡ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ജമ്മു തവിക്ക് പോകത്തില്ല. നമ്മൾ കാങ്കടാവാലി റെയിൽവേ പോയപ്പോൾ അവിടുത്തെ ലോക്കോസ് എല്ലാം പട്ടാൻകോട്ടിൻ്റെ അല്ലായിരുന്നോ. അപ്പോൾ അവിടുത്തെ ലോക്കോസൊക്കെ എന്തെങ്കിലും മേജർ മെയിൻ്റനൻസ് വേണമെങ്കിൽ അവരത് ട്രക്കിൽ ഇവിടെ കൊണ്ടുവന്നാണ് മെയിൻ്റനൻസ് ചെയ്യുന്നത് കേട്ടോ. അത്രയും ബുദ്ധിമുട്ടാണ് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അമൃത്സർ പോകുന്ന പട്ടാൻകോട്ട് അമൃത്സർ പാസഞ്ചർ. ഈ വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 54-614 നല്ല മഴ പെയ്ത് ഇങ്ങനെ നനഞ്ഞു കിടക്കുക വണ്ടിയൊക്കെ മൊത്തം. അപ്പോൾ ഇതിൻ്റെ ലോക്കോ നമുക്ക് നോക്കിയിട്ട് നേരെ കോച്ചി കയറാം. ലുധിയാനയുടെ ഒരു ആൽക്കോ കിടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ പട്ടാൻകോട്ട് വന്നപ്പോൾ ഈ ആൽക്കോ കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലോക്കോ കേട്ടോ. വിശാഖപട്ടണം ഷെഡിൻ്റെ ഒരു ലോക്കോ ആണ്. WP7 37083. ഇത് അമൃത്സർ വന്ന ഏത് വണ്ടിയുടെ ലോക്കോ ആയിരിക്കും വിശാഖപട്ടണത്ത് നിന്ന്. കൊള്ളാം. അപ്പൊ ഇത് ഫുൾ ഇലക്ട്രിഫൈഡ് റൂട്ട് ആയതുകൊണ്ട് നമുക്ക് WP7 ആണ്. പക്ഷെ ബാക്കിയുള്ള റൂട്ട് ഇലക്ട്രിഫൈഡ് ആണെങ്കിലും ഡീസൽ ലോക്കോസ് ആണ്. നമ്മൾ ഇനി പോകുന്ന റൂട്ടിലൊക്കെ അതൊക്കെ കാണിച്ചു തരാൻ വൈകാതെ. അപ്പൊ നമുക്കിനി കോച്ചിൽ പോയി കയറാം. ഇതിന് വളരെ കുറച്ച് കോച്ചേ ഉള്ളൂ കേട്ടോ. WP5 ഉണ്ടോ ഇവിടുത്തെ ലോക്കോസ്. ഈ ഗാസിയാബാദിന്റെ ലോക്കോസ് അല്ല, സൈഡിൽ ഇങ്ങനെ P5 ആണ് എഴുതിയിട്ടുണ്ട്. ആ കാണാൻ തന്നെ എന്ത് ഭംഗിയെന്ന് നോക്കിയേ. ഓ സെറ്റ് സാരം. ഇഞ്ചിരി എന്നുള്ള 3ാമത്തെ കോച്ചിൽ കയറാൻ കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കുക, എവിടെയെങ്കിലും ഇരിക്കുക. എന്തായാലും ഈ മഴ പെയ്യുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ നല്ലൊരു മൂടി എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്. എനിക്ക് മഴയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ലഗേജ് ഉള്ളതാണ് ഒരു സീൻ. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ 8:15 വിടും. 2 മിനിറ്റുള്ളിൽ വിടും ഇപ്പോൾ വണ്ടി. അപ്പോൾ ഇവിടുന്ന് 3 മണിക്കൂർ യാത്രയാണ്. 11:20 നമ്മൾ അമൃത്സർ എത്തുന്നത്. 107 കിലോമീറ്റർ ഉണ്ട്. 25 രൂപയാണ് ആയത്. ഈ പാസഞ്ചർ ഇവിടുന്ന് ജലന്ധർക്ക് പോകുന്നൊരു പാസഞ്ചറാണ്. അതിൻ്റെ ലോക്കാണ് ഒരു WP5. അപ്പോൾ നമുക്ക് സിഗ്നൽ ആയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ വിടും എന്ന് പറഞ്ഞപ്പോൾ തന്നെ വണ്ടി വിട്ട് കണക്റ്റഡ് ആയി കേട്ടോ. ഇത് രാവിലെ അമൃത്സറിന് വരുന്ന പാസഞ്ചറാണ്. രാവിലെ 7:40 എത്തിയിട്ട് 8:15 പോകുന്ന പാസഞ്ചറാണ്. ഈ ഒരു സാമാനത്തിന്റെ ആ ഒരു ഡുങ് 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 എന്ന് പറഞ്ഞ ശബ്ദം എന്തോ രസമായേക്കാം അല്ലേ. ഇതുപോലത്തെ സാധനം നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഈ ഒരു ലുധിയാന ആൽക്കോ ലോക്കോമോട്ടീവിന്റെ അയ്യരുകൾ കിടക്കുന്ന ഒരു സ്ഥലമാണ്. പോകുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഇതെന്താ മീൻ വണ്ടി ഓണടിക്കുന്നത്? ആ വണ്ടിയുടെ ഓണാട്ടോ, മീൻ വണ്ടി ഓണ്. കൊള്ളാം. നമ്മളങ്ങനെ പഞ്ചാബിൻ്റെ ഒരറ്റമായ പട്ടാൻകോട്ടിൽ നിന്നും മറ്റേ അറ്റമായ അമൃത്സറിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ പോകുന്ന റൂട്ട് സിംഗിൾ ലൈനാണ്. ശരിക്കും ഞാൻ മഴ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ നല്ലൊരു ആ വീഡിയോയ്ക്കൊരു മൂടി എഫക്റ്റ് കിട്ടും. എന്തായാലും കൊള്ളാം. മഴ അപ്രതീക്ഷിതമായിട്ട് വന്ന മഴയാണ്. ഇവിടെ പാകിസ്ഥാനിലൊക്കെ ഭയങ്കര മഴയാണ്. പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ 2-3 കളിയൊക്കെ അബാൻഡൻ്റായി മഴ കാരണം. അപ്പോൾ എല്ലാം അടുത്തടുത്ത് നടക്കുന്നതല്ലേ. ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ലല്ലോ പാകിസ്ഥാൻ. എൻ്റെ മോനെ ആ ലൂപ്പിനെങ്കിലും മാറിയപ്പോൾ ആ P7 കൈ കൊടുക്കുമ്പോൾ എനിക്ക് നമ്മൾ ഈ മെട്രോ ഇരിക്കുന്ന പോലെ പുറകിലോട്ട് കായോ നോക്കി സ്പീഡ് എടുക്കുന്നുണ്ട് സാധനം. എൻ്റെ ദേവേ ഇത് കിടുക്കായിട്ടോ കേട്ടോ. വളരെ കുറച്ച് കോച്ചുള്ളൂ. എനിക്ക് 10 കോച്ചെങ്ങാണ്ട് വെള്ളം തോന്നി വണ്ടിക്ക്. എണ്ണയില്ല. അതുകൊണ്ട് ഇപ്പം ഈ P7 അതൊക്കെ നിസ്സാരമല്ലേ, മരിച്ചോളും. ബറോളി ജംഗ്ഷനാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. നമ്മുടെ പാസഞ്ചറിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ലൈൻ തിരിയുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോയാൽ കട്ടറയ്ക്ക് പോകുന്ന ലൈനാണ്, അതായത് ജമ്മു തവിയൊക്കെ പോകുന്ന ലൈന്. നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകും. നമ്മൾ പോകുന്നത് അമൃത്സറിലേക്കുള്ള ലൈനിലേക്കാണ്. നമ്മൾ അമൃത്സറിലേക്ക് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഗുരുദാസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഗുരുദാസ്പൂർ വഴിയാണ് പോകുന്നത്. കിടക്കുന്ന ലൈനാണ് ഞാൻ പറഞ്ഞില്ലേ, ജമ്മു തവിക്ക് പോകുന്ന ലൈനില്ലേ, ആണ് നമ്മൾ കാശ്മീരിലൊക്കെ പോകുന്ന റൂട്ട്.
അതാണ് റൂട്ട്. നമ്മൾ ഈ ഭാഗത്തോട്ട് നമ്മൾ നേരെയാണ് പോകുന്നത്. നമ്മൾ നേരെ അമൃത്സറിലേക്ക് പോവാം. എല്ലാ സ്റ്റേഷനിലും കയറാൻ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. കയറി 2 സ്റ്റേഷൻ കൂടെ കഴിയുമ്പോഴേക്കും വണ്ടി ഫുള്ളാവും. നമ്മൾ ഈ പോകുന്ന റൂട്ട് ശരിക്കും പറഞ്ഞാൽ പഴയ റൂട്ടാണ്. അപ്പോൾ ഈ റൂട്ടൊക്കെ ശരിക്കും 1800 കാലഘട്ടങ്ങളിൽ ഓപ്പൺ ആയ റൂട്ടാണ്. അപ്പോൾ സ്റ്റേഷനും അതുപോലെ തന്നെ പഴക്കമുണ്ട് ചില സ്റ്റേഷനൊക്കെ. ഈ സ്റ്റേഷനിൽ ക്രോസിംഗ് ഉണ്ടെന്ന് തോന്നുന്നത്. അമൃത്സറിന് പട്ടാൻകോട്ടിലേക്ക് ഒരു പാസഞ്ചർ ഉണ്ട് രാവിലെ. അപ്പോൾ അത് വരാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. വണ്ടി വിട്ടിട്ടില്ലേ, 5 മിനിറ്റായി. ഝാൻസി ഷെഡിൻ്റെ ഒരു WP4 ആണ് ഇതിൻ്റെ ലോക്കോ. അപ്പോൾ ഇത് രാവിലെ അമൃത്സറിനടുത്ത് അമൃത്സർ പട്ടാൻകോട്ട് പാസഞ്ചറാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു ക്രോസിങ്. ഈ പട്ടാൻകോട്ട് നിന്ന് അമൃത്സറിലേക്ക് പോകുന്ന ഹൈവേ ഉണ്ട്. ആ ഹൈവേക്ക് പാരലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ റെയിൽവേ ട്രാക്ക് പോകുന്നത് കേട്ടോ. സിംഗിൾ ലൈനാണ്, പക്ഷേ ഇവിടെ ഡബിളിങ്ങിന് എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതാന്ന് തോന്നി മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി വയ്ക്കുന്നത്. സിംഗിൾ ലൈനാണ് ഫുള്ള് അങ്ങ് വരെ. ഈ സ്റ്റേഷൻ്റെ പേര് പരമാനന്ദ നാട്ടോ. നോക്കി, ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. കൊള്ളാം. ഇതിലൊക്കെ ഇവിടെ ട്രെയിൻ സ്പോട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഒന്നും ഇല്ലേ? അത് ആലോചിക്കണേ. ആരും ഇല്ലെന്ന് തോന്നുന്നു കയറാൻ. ഇവിടെ പാസഞ്ചറാണ് നിർത്തിയതാ. കൊള്ളാം. ഇങ്ങനെയുണ്ട് സ്റ്റേഷൻസ് ഇവിടെ പഞ്ചാബിൽ. ഇവിടുത്തെ പ്ലാറ്റ്ഫോമിനൊന്നും വലിയ ഉയരമില്ല. ഇത്രയും ഉയരമൊക്കെ ഉള്ളൂ കേട്ടോ ചെറിയ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമൊക്കെ. വലിയ സ്റ്റേഷനൊക്കെ കാണാം, പക്ഷേ ഇതൊക്കെ ഭയങ്കര ചെറുതാണ്. കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഇതേപോലെ നല്ല അടിപൊളി മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പുറത്ത് നല്ല അടിപൊളി മഴ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഷട്ടറൊക്കെ അടിച്ചിട്ട് നല്ല കിടിലം തണുപ്പായി. മഴ പെയ്യുമ്പോഴേ ഭയങ്കര തണുപ്പാണ്. ഇതാണ് ഈ റൂട്ടിലെ ഒരു മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്, ഗുരുദാസ്പൂർ എന്ന് പറഞ്ഞത്. ഇതൊരു മെയിൻ ഒരു ടൗണാണ്. അപ്പോൾ ഗുരുദാസ്പൂർ അത്യാവശ്യം ആൾക്കാർ കയറും നമ്മുടെ വണ്ടിയിൽ. വണ്ടി ഏകദേശം ഒരു 10 മിനിറ്റ് ഇതിലെന്തേ ഉള്ളൂ. സ്റ്റേഷനൊക്കെ ചെറുത്, ആകെ 2 പ്ലാറ്റ്ഫോം മാത്രമൊക്കെ ഉള്ളൂ എല്ലായിടത്തും. അങ്ങനെ വലിയ സ്റ്റേഷൻസ് ഒന്നും ഇല്ല. സിംഗിൾ ലൈനൊക്കെ ആയിട്ട് സ്റ്റേഷനൊക്കെ ചെറുതാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടുന്ന് കയറാറുണ്ട്.
എല്ലാവരും അമൃത്സർ വരെ ആയിരിക്കും നോക്കിയോ. കാണുന്ന എല്ലാം ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ള സ്റ്റേഷനാണ്. എല്ലായിടത്തും ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, കയറുന്നുണ്ട്, കാലിയായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ക്രോസിംഗ് ആണെന്ന് തോന്നി. ഇപ്പം ഇവിടെ അമൃത്സറിൽ നിന്ന് പട്ടാൻകോട്ട് പോകുന്നൊരു രവി എക്സ്പ്രസ് എന്നൊരു വണ്ടി വരുന്നുണ്ട്. അപ്പം അത് വരാൻ വേണ്ടി ഇവിടെ പിടിച്ചിട്ടേക്കുക. ചെറിയൊരു വണ്ടിയായിട്ട് അതിനാ രവി എക്സ്പ്രസ് എന്നെ പേര്. P5 ആയിരുന്നു ലോക്കോ. ആ വണ്ടി പോകാൻ വേണ്ടി ഇവിടെ പിടിച്ചിട്ട്. നമ്മളിപ്പോൾ ബട്ടാലാൻ എന്നൊരു സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോക്കോ ഇങ്ങനെ ഹോൺ അടിച്ചടിച്ച പോകുന്നത്. കാരണം ട്രാക്കിൽ കുറേ പേരുണ്ട് കേട്ടോ. കാര്യം ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് ട്രാക്കിൽ. നമ്മളീ പോകുന്ന സ്ഥലം ഇതെല്ലാം നോർത്തേൺ റെയിൽവേയിൽ വരുന്നത്. നോർത്തേൺ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോണാണ് കേട്ടോ. അപ്പോൾ നോർത്തേൺ റെയിൽവേ ഫിറോസ്പൂർ ഡിവിഷനിലാണ് ഇതെല്ലാം വരുന്നത്. സ്റ്റേഷൻ കണ്ട ഒരേപോലെ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ സ്റ്റേഷന് ചുറ്റിനാണെങ്കിലും കെട്ടിടങ്ങളോ അങ്ങനെയൊന്നുമില്ല. ശ്രദ്ധിച്ച ഒരു കാര്യം, എല്ലാം ഭയങ്കര വിജനമായിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മളിപ്പോൾ അമൃത്സറിന് മുമ്പുള്ള വേർക്ക ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷൻ എത്താറായ. ഇപ്പോൾ ഇവിടെ ലൈൻ ഉണ്ടാവും. ഈ ലൈൻ അമൃത്സറിന് ദേരാ ബാബ നാനക്കൻ എന്നൊരു സ്ഥലമുണ്ട്. കർത്താർപൂർ എന്ന് പറയും. പാകിസ്ഥാനിലെ സിഖുകാരുടെ ഒരു ഗുരുദ്വാരയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ലൈനാണ്. സുഹിതേട്ടനൊക്കെ അവിടെ പോയി വീഡിയോ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ലൈനാണ് ആ കാണുന്നത്. നമ്മളെന്തായാലും ഈ പഞ്ചാബ് യൂണിയൻസിൽ അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല. നമ്മൾ വാഗാ ബോർഡിനടുത്തുള്ള അട്ടാരി സ്റ്റേഷനിലാണ് നമ്മൾ പോകുന്നത്. സമയം ഇപ്പോൾ 11:30 നമ്മൾ കണ്ട അമൃത്സർ ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ പട്ടാൻകോട്ടും നമ്മൾ 8:15 ഉറപ്പിട്ട ഒരു 3-3.25 മണിക്കൂർ യാത്രയുണ്ട് ഈ അമൃത്സറിലേക്ക്. അങ്ങനെ നമ്മൾ അമൃത്സർ എത്തിയിരിക്കുകയാണ് ഗൈസ്. അമൃത്സറിലെ 1A പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. ഫസ്റ്റ് ടൈമാണ്. അമൃത്സർ വന്നിട്ടുണ്ടെങ്കിലും ബൈ ട്രെയിൻ വരുന്നത് ആദ്യമായിട്ടാണ്. ഇനി ഞങ്ങൾ പോകുന്നതല്ല ആദ്യമായിട്ടാണ് പോകുന്നത്. കാരണം പോയിട്ടില്ല ഈ ഭാഗത്തൊന്നും. അപ്പോൾ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളും സംഭവങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഷണ്ടിങ് നടക്കുകയാണ്. ഇവിടെ എല്ലാം ഈ ലുധിയാന ഷെഡിന്റെ ആൾക്കാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നോക്കിയാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് അമൃത്സർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ് അമൃത്സർ ജംഗ്ഷൻ. 230.46 അടി എബോവ് സീ ലെവലിലാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് അമൃത്സർ എന്നാണെങ്കിലും ഇവിടെ ഉള്ളവർ ഇവിടെ അംബർസർ എന്നാണ്. എൻ്റെ അടുത്തിരുന്നൊരു പുള്ളിക്കാരി എന്നോട് ചോദിക്കുവായിരുന്നു അംബർസറിലേക്കാണെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ ഉള്ളവർ പറയുന്നത് അംബർസർ എന്നായിരുന്നു. അപ്പോൾ ഇവർ അംബർസർ എന്നാണ് പറയുന്നത്. അമൃത്സർ എന്നാണ് കോമൺ ആയിട്ട് പറയുന്ന പേര്. പഞ്ചാബിന്റെ ക്യാപിറ്റൽ നിങ്ങൾക്ക് അറിയാലോ, ചണ്ഡീഗഡ് ആണ്. പഞ്ചാബിന്റെ ഏറ്റവും വലിയ സിറ്റി ലുധിയാനയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രെയിൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അമൃത്സർ എന്നാണ്. ലുധിയാന വഴിയാണ് കൂടുതൽ പോകുന്നത്. പക്ഷെ അമൃത്സറിനാണ് കൂടുതലും വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളങ്ങനെ അമൃത്സർ സ്റ്റേഷന്റെ പുറത്ത് വന്നു കേട്ടോ. ഇതാണ് അമൃത്സർ സ്റ്റേഷന്റെ കെട്ടിടം എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ആ ഒരു ഗുരുദ്വാര മോഡലുള്ളൊരു കെട്ടിടമാണ്. നല്ല ചുമന്നിരിക്കുന്ന കൊള്ളാമല്ലേ കാണാൻ, അടിപൊളി. വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്റ്റേഷനാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ ആൾ തിരക്കൊന്നും ഇല്ല.
സാധാരണ ഇതേപോലെ മെയിൻ സ്റ്റേഷനൊക്കെ വരുമ്പോൾ നല്ല തിരക്കല്ലേ, ഇത് വലിയ ആൾത്തിരക്കൊന്നുമില്ല എന്തായാലും. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ നമ്മുടെ റൂമിൽ കൊണ്ട് ബാഗ് വെച്ചിട്ട് ഗോൾഡൻ ടെമ്പിൾ കറങ്ങാൻ ഇറങ്ങണം. ഇത് കുറച്ച് ഫുഡ് കഴിക്കണം. പഞ്ചാബി ബട്ടർ ചിക്കനൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ, അതൊക്കെ കഴിക്കണം പോയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇനി പുറത്ത് സ്റ്റേഷന് പുറത്തൊക്കെ നല്ല തിരക്കാണ്, വണ്ടി തിരക്കാണ്. ഈ കാണുന്ന ബസേര പൊട്ടിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, ഇവിടെ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ റൂമൊക്കെ കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഗോൾഡൻ ടെമ്പിളിൽ പോകുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഗോൾഡൻ ടെമ്പിളിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ റാപ്പിഡോ കിട്ടും. ഞാൻ റാപ്പിഡോ എടുത്തിട്ട് ഇവിടെ ഗോൾഡൻ ടെമ്പിളിലെ എൻട്രൻസിന് അവിടെ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇതേപോലെ കുറേ ഫുഡ് കിട്ടുന്ന കടയും കുറേ നമുക്ക് ഷോപ്പിങ്ങിന് പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ് കേട്ടോ അങ്ങ് ദൂരെ. അപ്പോൾ അങ്ങ് ആ കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിൾ കാണാൻ വരുമ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം. അത് കണ്ട് ഇവിടെ കേട്ടോ, ഇതിനകത്തോട്ട് അങ്ങ് കുറേ പോകണം. അത് ഈ ഗോൾഡൻ ടെമ്പിൾ തൊട്ടടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ ജാലിയൻ വാലാബാഗ് മസാക്കർ എന്താ സംഭവം എന്ന്. 13 ഏപ്രിൽ 1919 നടന്ന ഒരു കൂട്ടക്കൊലയാണ്. അതായത് ബ്രിട്ടീഷുകാർ വലിയ ഗ്രൗണ്ടിൽ കുറേ ആൾക്കാരെ വെടിവെച്ച് കൊന്ന ഒരു സംഭവമാണ് ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്താണ്. നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം, ഗോൾഡൻ ടെമ്പിളിൽ അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിളിൽ കയറുന്നതിന് മുമ്പ് ചെരുപ്പ് നമുക്ക് വെക്കാൻ വേണ്ടി ഇവിടെ ഫ്രീ ആയിട്ട് ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെരുപ്പ് സൂക്ഷിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇതിനകത്താണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഹർമന്ദിർ സാഹിബ് എന്നാണ് കേട്ടോ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ ശരിക്കും ഒറിജിനൽ പേരെന്ന് പറയുന്നത്. ഗോൾഡൻ ടെമ്പിളിൽ പൊതുവെ വിളിക്കുന്നതാണ് ഹർമന്ദിർ സാഹിബ് എന്നാണ് ശരിക്കും പറയുന്ന പേര്. ഇവിടെ അകത്ത് കയറാൻ വേണ്ടി തലയിൽ മറ്റേ സിക്കാരി കിട്ടുന്ന പോലത്തെ ടർബൻ പോലെ കിട്ടണം. പക്ഷേ അതിന് പകരം കണ്ട് ഇതേപോലെ ഇവിടെ ഇഷ്ടംപോലെ യൂസ്ഡ് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്കിത് ഒരെണ്ണം എടുത്താൽ മതി, വെറുതെ പൈസ കൊടുത്ത് ഒരെണ്ണം വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതേപോലെ യൂസ്ഡ് ഇതേപോലെ ഇവർ കൊട്ടയ്ക്കാതെ ഇങ്ങനെ വെക്കും. നമുക്കത് ഒരെണ്ണം എടുത്ത് തലയിൽ കെട്ടിയാൽ മാത്രം മതി. ഈ ഒരു സംഭവം തലയിലുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇത് കെട്ടിയിട്ട് പോകാൻ പോകുള്ളൂ. ചിലരൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും, പക്ഷേ ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. വെറുതെ ഒരു വൺ ടൈം യൂസിന് വേണ്ടി എന്തിനാണ് വെറുതെ പൈസ കളയുന്നത് അല്ലേ. അതാ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഇപ്പം നല്ല വെട്ടമുണ്ട് കേട്ടോ. നല്ല വെട്ടം ഉള്ളതുകൊണ്ട് കാണാൻ ആ തിളക്കമൊക്കെ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. നേരത്തെയൊക്കെ ഇരുണ്ട് മൂടിയിരിക്കുകയായിരുന്നു, ഇപ്പം നല്ല വെയിൽ വന്നു. എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് കേട്ടോ ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. എത്ര ഫോട്ടോ എടുത്താലും മതി വരത്തില്ല. അതിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. സിഖുകാരുടെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു തീർത്ഥാടന കേന്ദ്രം ഇത് പണി കഴിപ്പിച്ച് ഓപ്പൺ ആയത് 1589 കേട്ടോ. അത്രയും വർഷം പഴക്കമുണ്ട് ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൽ. ഒന്ന് ആലോചിക്കേ. ഇവിടെ വന്നാൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ ലങ്കർ ഉണ്ട്, അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡ് കിട്ടും. ഇവിടെ വെള്ളം കിട്ടും നമുക്ക് എല്ലായിടത്തും. ഇവിടെ വലിയൊരു ബൗളിനകത്തൊക്കെ വെള്ളം കിട്ടും കേട്ടോ. കഴിഞ്ഞ തവണ INB ട്രിപ്പിൽ വന്നപ്പോൾ അച്ഛനമ്മയൊക്കെ വന്നേ വെള്ളം കുടിച്ച ഒരു പരിപാടി. കാരണം അന്ന് ഭയങ്കര ചൂടായിരുന്നു, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭയങ്കര ചൂടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ചൂടില്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കാനേ തോന്നുന്നില്ല. ഈ ഗോൾഡൻ ടെമ്പിൾ ശരിക്കും മാർബിൾ വെച്ചാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുകളിലത്തെ ആ കവറിങ് ഒക്കെ പ്യുവർ ഗോൾഡ് ആണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതായിരിക്കും ഗോൾഡൻ ടെമ്പിളിന് പേര് വീണത്. ഒത്തിരി ഇഷ്ടംപോലെ കൂടുതലും സിഖുകാരാണ് കേട്ടോ. സിഖുകാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ബാക്കി ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇതാദ്യം ശരിക്കും ഒരു സാധാരണ ഒരു ഗുരുദ്വാര പോലെ പണി കഴിപ്പിച്ചത്. പിന്നെ 2 സെഞ്ച്വറി കഴിഞ്ഞിട്ട് മഹാരാജ രഞ്ജിത് സിംഗ് ആണ് ഈ ഒരു ഗുരുദ്വാരയ്ക്ക് ഗോൾഡൻ കവറിങ് കൊടുത്തത്. അറിയോ, ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഈ പഞ്ചാബിലൊക്കെ വരുമ്പോൾ എല്ലാ ഗുരുദ്വാരയിലും ലങ്കർ എന്ന് പറഞ്ഞ സംഭവം. അതായത് ഇവർ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കും. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടെല്ലാം ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കും. ഏകദേശം ഒരു ദിവസം ഇവിടെ 1 ലക്ഷം ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ എപ്പോൾ വന്നാലും നമുക്ക് ഇവിടെ ഭക്ഷണം കിട്ടും. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആ ലങ്കർ ഹോൾ ഞാൻ പറഞ്ഞില്ലേ, ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ. ഇവർ നമ്മളെ വിളിച്ചിങ്ങോട്ട് കയറ്റും കേട്ടോ ഫുഡ് കഴിക്കുന്നു പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും ഉച്ചക്കത്തെ. നമുക്ക് വന്ന് കയറിയിട്ട് തന്നെ 2 റൊട്ടി കിട്ടിയ താഴെ ഇരുന്നാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ഇത് ഫുഡൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല ഇവിടെ വന്നാൽ. അപ്പോൾ ഇനി ബാക്കി സാധനങ്ങളൊക്കെ വരും, ചോറും സംഭവങ്ങളൊക്കെ വരും. ഇത്ര ഉള്ളതെന്നാണ് സംഭവം കേട്ടോ. ഇത് കണ്ടോ, ചോറ് പിന്നെ റൊട്ടി. ഇതെന്തോ കറി, ഇതെന്ത് കറിയാണെന്ന് അറിയത്തില്ല, എന്തോ ഒരു കറിയാണ്, എന്ത് കറിയാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഒരു സബ്ജി, ഉരുളക്കിഴങ്ങും പരിപ്പും ഇട്ടൊരു സബ്ജി. ഇത്രയാണ് ഐറ്റംസ്. നല്ല രുചിയാട്ടോ. നിങ്ങൾ ഈ ഗോൾഡൻ ടെമ്പിൾ വരുമ്പോൾ ഇവിടെ മസ്റ്റായിട്ട് കയറണം. എപ്പോൾ നല്ല ഭക്ഷണം കിട്ടും, രാവിലെയും കിട്ടും, ഉച്ചയ്ക്കും കിട്ടും, വൈകിട്ടും കിട്ടും. സെറ്റ് സംഭവമാണ്. അവർ വിളമ്പി എല്ലാം ഫുള്ള് കഴിച്ചു നക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു സദ്യക്ക് പോകുമ്പോൾ നമ്മൾ ഭക്ഷണം വിളമ്പുമ്പോൾ ഒരിക്കലും പാഴാക്കരുത്. ഇപ്പം അമ്പലത്തിലാണെങ്കിലും എവിടെ പോകാറുണ്ട്, നല്ല ആവശ്യത്തിന് മാത്രം നമ്മൾ ചോദിച്ച് വിളമ്പുക. ചിലർ മേടിക്കും, പക്ഷെ എല്ലാം വേസ്റ്റ് ആക്കി കളയും. അങ്ങനെ ഒരിക്കലും ചെയ്യും, മോശം പരിപാടിയാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവർ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് ഇവിടെ കഴുകും. ആ കഴുകുന്നതിൻ്റെ ശബ്ദം കേൾക്കണം കേട്ടോ.
നോക്കിക്കേ, അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പ്ലേറ്റ് ഒക്കെ അവർ തന്നെ കഴുകും, നമ്മളെ കൊണ്ട് കഴിക്കത്തൊന്നുമില്ല. ഇപ്പൊ ഈ ഗോൾഡൻ ടെമ്പിളിന്റെ അകത്തേക്ക് കയറുന്ന ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നല്ല തിരക്കാണ്, നല്ല സമയം എടുക്കും. ഈ ഗോൾഡൻ ടെമ്പിളിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത് ഇവരുടെ ഗുരുഗ്രന്ഥ സാഹിബ് ഉണ്ടല്ലോ, അതാണുള്ളത്. ഇവിടെ എന്തൊക്കെയോ എന്തോ പാട്ടും ഇതെന്ത് സംഭവം എനിക്കറിയത്തില്ല. കൊള്ളാം, അത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. അപ്പം നമ്മൾ ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ടു. ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ നല്ല അടിപൊളി വെയിൽ വന്നിപ്പോൾ. നല്ല ചൂടാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. എന്ത് പെട്ടെന്ന് നോക്കിയാൽ കാലാവസ്ഥയൊക്കെ മാറുന്നേ. ഇന്ന് നമുക്ക് ഇതിൻ്റെ പുറത്ത് ആ ജാലിയൻവാല ബാഗ് കൂട്ടൊക്കെ നടന്ന സ്ഥലമുണ്ടല്ലോ, അതും കൂടെ കാണാം നമുക്ക്. നമ്മൾ തലയിൽ വെച്ചിരുന്ന ആ ഒരു കർച്ചീഫ് നമ്മൾ കണ്ട് ഇതിനകത്ത് ഇടുക കേട്ടോ. ഇത് ആൾക്കാർ ഇനി പിന്നെ യൂസ് ചെയ്തോളും. ഇവിടുത്തെ കടകൾ കൂടുതലും ഇതേപോലെ ഇടിവളയും പിന്നെ കത്തിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഇടിവള ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടംപോലെ ഓരോ ടൈപ്പ് ഇടിവള കിട്ടും. പഞ്ചാബികളുടെ മെയിൻ സാധനമാണുള്ളത് ഇടിവള. എന്താണ്ട് ഇത് കണ്ടോ, കത്തി കണ്ടോ, ഓരോ ടൈപ്പ് കത്തി കണ്ടോ, വലിയ വലിയ വാള് വരെ ഇരിപ്പുണ്ടോ അവിടെ കണ്ടോ. എന്തൊക്കെ ടൈപ്പ് സാധനങ്ങൾ അതൊക്കെ ഇവിടെ അതാ കൂടുതലും കിട്ടുന്നത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ചെരുപ്പ് കടയുണ്ട്. ഈ പഞ്ചാബി ജുട്ടി എന്നും പറഞ്ഞോണ്ടേ കുറെ ചെരുപ്പ് കടയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ജാലിയൻവാല ബാഗ് മസാക്കർ നടന്ന ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവാം. ഇത് രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 6:30 വരെയാണ് ഈ ഒരു സംഭവം ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ 6 തൊട്ട് 7 മണി വരെ ഉണ്ട്. പഞ്ചാബി ഷോ, ഹിന്ദി ഷോ എന്നൊക്കെ പറഞ്ഞ 2 ഭാഷയിൽ ഇതിന് ഷോ ഉണ്ട്. ഈ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇതും കൂടെ കണ്ടേ പോകത്തുള്ളൂ, തൊട്ടടുത്തല്ലേ. ഇതാണ് ജാലിയൻവാല ബാഗ് എന്ന സ്ഥലം തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അത് ബുള്ളറ്റ് വാസ് ഫയർഡ് അറ്റ് പീപ്പിൾ ഫ്രം ഹിയർ. ജാലിയൻവാല ബാഗിനെ പറ്റി നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഒരുപാട് പഠിച്ചിരുന്നതാണ്. നമ്മളതൊന്ന് റീകോൾ ചെയ്താൽ ഏപ്രിൽ 13, 1919 റൗളറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഈ ഒരു ജാലിയൻവാല ബാഗ് എന്ന സ്ഥലത്ത് കൂടി. അതായത് ഈ ഒരു സ്ഥലത്ത് അന്ന് ഇപ്പോഴും നോക്കിയാൽ തന്നെ അറിയാം, ആകെ ഒറ്റ എൻട്രൻസേ ഉള്ളൂ. ബാക്കി എല്ലാ സൈഡും ഇങ്ങനെ മൂടിയിരുന്ന ഒരു സ്ഥലമാണ്. അത് വേറെ പുറത്തോട്ട് കിടക്കാൻ ഒരു വഴിയുമില്ല. ആ സമയത്ത് ഈ റൗളറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ ജനറൽ R.E.H. ടയർ എന്ന് പറഞ്ഞൊരു പുള്ളി, ബ്രിട്ടീഷുകാരനൊരു പുള്ളി എല്ലാവരെയും വെടിവെച്ച് കൊലപ്പെടുത്തി. ഏകദേശം ഒരു 1500 കൂടുതൽ ആൾക്കാർക്ക് അന്ന് ഇവിടെ ജീവൻ നഷ്ടമായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ അവരാ ചെയ്ത ക്രൂരതയെന്ന്. നമ്മളെല്ലാവരും പണ്ട് പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു സംഭവം നടന്നൊരു സ്ഥലമാണ് ഈ ഒരു ജാലിയൻവാല ബാഗ് എന്ന് പറയുന്നത്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നമ്മുടെ ഗോൾഡൻ ടെമ്പിളിന്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മോറിയലൊക്കെയാണ് അതുകൊണ്ട് ആ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോന്ന് വൈകിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നു. റീൽ എടുക്കലെന്ന് അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് റീൽ എടുക്കുന്നുണ്ടോ. ഇത് കയറി കാണാൻ അങ്ങനെ പൈസ ഒന്നും കൊടുക്കണ്ടോ, ഫ്രീ ആണ്, എൻട്രി ഫീസ് ഒന്നുമില്ല. ഇപ്പം ഇവിടെ ചുമരിൽ ഇതേപോലെ കുറേ വെള്ള മാർക്കിംഗ് കണ്ടോ. ഇത് സംഭവം എന്ന് വെച്ചാൽ ആ കൂട്ടക്കൊല നടക്കാൻ നേരത്ത് വെടിവെക്കുമല്ലായിരുന്നു. വെടിവെക്കാൻ നേരത്ത് കുറേ ബുള്ളറ്റൊക്കെ ഇവിടെ വന്ന് പതിച്ചെന്നാണ് ആ പറയപ്പെടുന്നത്. അതാണ് മാർക്കിംഗ് ഒക്കെ, ബുള്ളറ്റ് മാർക്കിംഗ് ആണ് സംഭവം. ബുള്ളറ്റ് വന്ന് കയറിയതിൻ്റെ ആ ഒരു സംഭവമൊക്കെ കാണാൻ പറ്റും നമുക്ക്. എന്താ അല്ലേ, അവിടെ അതുകൊണ്ട് അവിടെ ഉണ്ട് ഇതേപോലെ കുറേ ബുള്ളറ്റ് മാർക്കിംഗ് അവിടെ ഉണ്ട്. ഈ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പണ്ട് കുറേ ലഹളകളും പ്രക്ഷോഭങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. പാകിസ്ഥാൻ അടുത്ത് കിടക്കുന്ന ഇന്ത്യയിലെ ഒരു മെയിൻ സിറ്റിയാണ് ഈ അമൃത്സർ എന്ന് പറയുന്നത്. ഇവിടെ വളരെ എനിക്കൊന്ന് ബൈ റോഡ് പോകാനൊരു 1 മണിക്കൂർ താഴെ മതി. ബൈ റോഡ് നമുക്ക് പോകാനും പറ്റും. ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന റോഡുണ്ട്, ആ റോഡ് എനിക്ക് പോകാനും പറ്റും. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു 100 മീറ്റർ നേരെ നടക്കുമ്പോൾ ദേണ്ട ഈ ഒരു സ്റ്റാച്യു കാണാം. ഇത് മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ സ്റ്റാച്യു ആണ്. അതായത് ഈ സിഖ് എംപയറിൻ്റെ ഫൗണ്ടറാണ് ഈ മഹാരാജ രഞ്ജിത് സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യു ആണ് ഈ കാണുന്നുണ്ടോ. ഈ അമൃത്സർ സിറ്റിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഗോൾഡൻ ടെമ്പിള്, ഈ ജാലിയൻവാല ബാഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു പാർട്ടീഷൻ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മ്യൂസിയം കാണാവേ. അതായത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു മ്യൂസിയത്തിൽ കയറിയാൽ മതി. അപ്പോൾ ആ ഒരു കാലത്ത്, ആ പാർട്ടീഷൻ നടന്ന കാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ശരിക്കും അറിയാൻ പറ്റിയ ഒരു മ്യൂസിയം കണ്ടാൽ അറിയോ. അപ്പോൾ ഇതാണ് ആ പാർട്ടീഷൻ മ്യൂസിയം എന്ന് പറയുന്നത്. ഗോൾഡൻ ടെമ്പിൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ എൻ്റെ റൂം ഉള്ളിടത്ത് വന്നേ.
ഈ എൻ്റെ റൂം ഉള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 1.3 കിലോമീറ്റർ മാറിയാണ്. അപ്പം എൻ്റെ റൂം കാണിക്കാവേ. നമ്മൾ അമൃത്സറിൽ താമസിക്കുന്നതാണ് ഈ ഒരു മുറിയിലാണ്. എനിക്ക് ഈ മുറിക്ക് ആയത് 1600 രൂപയാണ്. മസേര ബൊട്ടിക് എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി രാത്രി ബട്ടർ ചിക്കൻ കഴിച്ചിട്ട് ഈ വീഡിയോ എൻ്റെ ചെയ്തുള്ളൂ. പഞ്ചാബിൽ വരുമ്പോൾ ബട്ടർ ചിക്കൻ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പഞ്ചാബിൽ ബട്ടർ ചിക്കൻ കഴിക്കണം. അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് കട ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ബട്ടർ ചിക്കൻ കഴിക്കാൻ പോകാൻ നോക്കി. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ചാമിങ് ചിക്കൻ എന്നൊരു കടയുണ്ട്. ഇവിടെ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത് ബട്ടർ ചിക്കൻ. ഇതുപോലത്തെ വേറെ കടയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. ഇവിടെ അമൃത്സറി ഫിഷ് എന്നൊരു സാധനമുണ്ട്. അതും ഭയങ്കര ഫേമസാണ്. പിന്നെ ഈ ബട്ടർ ചിക്കനും ഫേമസാണ്. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനാണ് കഴിക്കാൻ പോകുന്നത്. ബോൺലെസ് കിട്ടും, ബോണുള്ളത് കിട്ടും, ഹാഫ് കിട്ടും, ഫുള്ള് കിട്ടും. ഹാഫാണ് പറഞ്ഞത്. അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരും. ഇവർക്ക് ഓരോ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇതുണ്ടോ ചാമിങ് ചിക്കൻ ഔട്ട്സ്റ്റാൻഡിങ് റെസ്റ്റോറൻറ്റ് ഓഫ് ദി ഇയർ, ബെസ്റ്റ് ചിക്കൻ റെസ്റ്റോറൻറ്റ് ഇൻ പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞ് കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയ സംഭവം തോന്നുന്നു. ഐറ്റം വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഫേമസ് പഞ്ചാബി ബട്ടർ ചിക്കൻ കേട്ടോ. ഹാഫ് എന്ന് പറയുമ്പോഴത്തേന് നല്ല പോർഷനുണ്ട്. നല്ല പൈസ കേട്ടോ. ഇതിന് 350 രൂപയ്ക്ക് അവരുടെ മെനു കാർഡിൽ ഞാൻ കണ്ടത്. ഇത് ബട്ടറി മുങ്ങി നിൽക്കുക സാധനം കണ്ടോ. ഇത് എന്താണ് ഇത് സംഭവം? എൻ്റെ മുന്നേ കിടില. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ബട്ടർ നാനും പറഞ്ഞിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ബട്ടർ നാനാന്ന് തോന്നുന്നു. നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മൾ ബട്ടർ ചിക്കൻ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനെടുത്തു. എന്നിട്ടിതിങ്ങനെ ആ കറിക്കകത്ത് ഇങ്ങനെ മുക്കി ആ ചിക്കൻ്റെ ഒരു പീസ് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ എടുത്തിട്ട് വായിക്കകത്തോട്ടിരുന്ന് ഇങ്ങനെ നമ്മളോട് കിട്ടുന്നതൊന്നുമല്ല. ഇത് വേറെ ടൈപ്പാണ്. കിട്ടില്ല സാധനം. ഒന്നും പറയല്ല. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. അടിപൊളിയായിരിക്കും. അപ്പോൾ ബട്ടർ ചിക്കനൊക്കെ കഴിച്ചു. കൊള്ളായിരുന്നു സംഭവം. പക്ഷേ ഭയങ്കര പൈസയാണ് കേട്ടോ. പിന്നെ ആ പൈസക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. അതാണ് നമുക്ക് എടുത്ത് പറയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ഹാഫ് പോർഷൻ മേടിച്ചാൽ തന്നെ 2 പേർക്ക് കഴിക്കാം പോരെ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ടേസ്റ്റ് ബോൺലെസ്സും കിട്ടും, വിത്ത് ബോണും കിട്ടും. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് റേറ്റ് ആണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ബോൺലെസ് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു റേറ്റ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ചെൻഡ് ചെയ്യുകയാണ്. നമ്മൾ നാളെ രാവിലെ വാഗാ ബോർഡറിനടുത്തുള്ള സ്റ്റേഷനായ അട്ടാരിയിലേക്ക് പോവാണ്. അതായത് നമ്മുടെ ട്രെയിൻ ടു പാകിസ്ഥാൻ ബോർഡറിലേക്കുള്ള ട്രെയിൻ. അപ്പോൾ അടുത്ത ദിവസം പാകിസ്ഥാൻ ബോർഡറിലേക്കുള്ള ട്രെയിൻ യാത്രയായിട്ട് വരാം. അതായത് പണ്ട് നമ്മുടെ സംജോത എക്സ്പ്രസ് ഉണ്ടല്ലോ, ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് ഓടിക്കൊണ്ടിരുന്നത്, ആ വണ്ടി പോയിക്കൊണ്ടിരുന്ന റൂട്ടാണ് ഈ അട്ടാരി എന്ന് പറയുന്നത്. അട്ടാരി ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ്. അപ്പോൾ അവിടെ വരെ ട്രെയിൻ ഓടത്തുള്ളത്. അമൃത്സർ അട്ടാരിയിലേക്ക് ഡെമു സർവീസ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ. അപ്പോൾ അതിനാണ് നമ്മൾ അട്ടാരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം അട്ടാരിയിലേക്കുള്ള യാത്രയായിട്ട് കാണാം. അപ്പോഴേക്കും ബൈ.